കേരളത്തിലെ ഈ വൃത്തികെട്ട മാപ്രകളുടെ ചോദ്യം വാർത്ത ഇറ്റ്സ് ഇമ്മറ്റീരിയൽ. പിന്നെ മുഖം കാണുമ്പോൾ പടം ആർക്ക് ചിരിക്കാൻ തോന്നും സാർ? പടം കണ്ടപ്പോൾ ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എനിക്ക് ഇദ്ദേഹത്തിനൊന്ന് ചിരിക്കാമായിരുന്നു തോന്നിയിട്ടുണ്ട്. അപ്പം കുട്ടികളുടെ അടുത്ത് ഞാനിത് കണ്ടില്ല. ഇപ്പം എൻ്റെ അടുത്ത് പ്രിയനിത് പറഞ്ഞപ്പോഴും, ഇപ്പം ഞാൻ മൊട്ടയുടെ വാർത്താ അവതരണം കണ്ടു കഴിഞ്ഞപ്പോഴാണ്, യൂട്യൂബിൽ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. മൊട്ടേനെ വാർത്താ അവതാരകനായിട്ടോ ജേർണലിസ്റ്റോ ആയിട്ടോ ഞാൻ കണക്കാക്കിയിട്ടില്ല. ഇറ്റ്സ് എ യൂസ്ലെസ് ക്യാരക്ടർ, യുനോ. എന്താ പറയുക, അയാൾക്ക് അയാളുടേതായ പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട്, അത് പുഷ് ചെയ്യാനായിട്ടാണ് അയാൾ ശ്രമിക്കുന്നത്. പറയുന്നതിന് കാര്യമാക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ ഒന്നുള്ളത്, BJP-ക്കാർ എന്ത് ചെയ്താലും കുറ്റമാണ്. ഈ മാധ്യമ അല്ലെ മാപ്ര എന്ന് പറഞ്ഞവർക്ക് BJP-ക്കാർ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ നോക്കി നടക്കുക. അത് ഒരാൾക്ക് നല്ലതാണ്. BJP വഴി തെറ്റാതിരിക്കും. എപ്പോഴും എന്താ ഈ BJP വഴിതെറ്റിപ്പോണ്ടോ, എന്തെങ്കിലും ചെയ്യണ്ടോ. പിന്നെ എന്താ കുഴപ്പം, ഞാൻ നല്ലത് ചെയ്താലും അവർ കുറ്റേ പറയുള്ളൂ. നല്ലത് ചെയ്താലും അവർ കുറ്റേ പറയുള്ളൂ. മലയാളത്തിൽ ചൊല്ലുണ്ട്, ഇഷ്ടമില്ലാത്ത അച്ച് തൊട്ടതൊക്കെ കുറ്റം. കേട്ടിട്ടുണ്ട് ഒരു പ്രവർത്തനം. അപ്പം അതേപോലെയാണ് BJP-നെ ഇവർ കണക്കാക്കുന്നത്. ഇത് എന്തു പറ്റിയെന്ന് വെച്ചാൽ, അഖിലേന്ത്യാ തലത്തിൽ ഇങ്ങനെ BJP-നെ അറ്റാക്ക് ചെയ്ത് ഇറ്റ് ബിക്കം എ വെരി ബിഗ് ഫോഴ്സ് ഇൻ ദ കൺട്രി. ഇപ്പം ഇതെന്താ കാരണം എന്ന് വെച്ചാൽ, ഈ സ്വാതന്ത്ര്യം എല്ലാം കിട്ടി, ഇന്ത്യ അധികാരമൊക്കെ ജനാധിപത്യത്തിൻ്റെ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായി ജയിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി തെരഞ്ഞെടുപ്പിലൂടെ. പിന്നെ അവർക്ക് ചെയ്യാവുന്ന പട്ടാള വിപ്ലവമോ അല്ലെങ്കിൽ രക്തരൂഷിത വിപ്ലവമൊക്കെ നടത്താൻ അത് ഇന്ത്യയിൽ നടക്കുമെന്ന് തോന്നണില്ല. പിന്നെ അപ്പോൾ അവർ കണ്ടൊരു മാർഗമാണ് ഈ തന്ത്രപ്രധാനമായ പല പോസ്റ്റുകളിലും കമ്മ്യൂണിസ്റ്റുകാർ നുഴഞ്ഞു കയറി. അപ്പോൾ അതിൽ ഒന്ന് ഈ സാംസ്കാരിക രംഗത്ത് മുഴുവൻ നുഴഞ്ഞു കയറി, അതിലും മീഡിയയിൽ നുഴഞ്ഞു കയറി. അപ്പം മീഡിയയിൽ നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞാൽ എല്ലാ ലെഫ്റ്റിസ്റ്റുകളാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പോയി ഇടത്തട്ട നാരായണൻ എന്നൊക്കെ പറഞ്ഞ ആളുണ്ട്, അയാളൊക്കെ ഇടതുപക്ഷമാണ്. അപ്പോൾ അയാൾ കയറി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ അടുത്ത ഫ്രണ്ടായിട്ട് മാറി എന്നാണ് പറയണത്. നെഹ്റു അയാൾ ഒരുമിച്ചിരുന്ന് സ്കോച്ച് കഴിക്കാറുണ്ടെന്നാണ് MP നാരായണപിള്ള ലേഖനം എഴുതിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് നെഹ്റുവിനെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണല്ലോ ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനിടയായത്, ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ട്.